ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് സിനിമ അപ്ഡേറ്റ്സുകളാണ്. അതിൽ ആദ്യത്തേത് നിസാം ബഷീറിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജും അതുപോലെ പാർവതി തിരുവോത്തും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന നോബഡി എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ്സ് ആണ്. ചിത്രത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ചിത്രീകരണം കൊച്ചിയിൽ പുരോഗമിക്കുന്നു എന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അടുത്ത അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് അഖിൽ സത്യന്റെ സംവിധാനത്തിൽ നിവിൻ പോളി നായകനായിട്ട് എത്തുന്ന ദി ഗോസ്റ്റ് സ്റ്റോറി എന്ന ചിത്രത്തിന്റെ ഒരു ലൊക്കേഷൻ പിക്ചർ പുറത്തു വന്നിട്ടുണ്ട്. ഇതാണ് ആ ലൊക്കേഷൻ പിക്ചർ. ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുന്നു എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വന്നിട്ടുള്ളത്. അടുത്ത അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ മുഹമ്മദ് ഷെരീഫ് നിർമ്മിക്കുന്ന ആന്റണി വർഗീസ് പെപ്പെ നായകനായിട്ട് എത്തുന്ന ചിത്രമായിട്ടുള്ള കാട്ടാളന്റെ അപ്ഡേറ്റ്സ് ആണ്. നിലവിൽ ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുന്നു എന്നുള്ള അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ ടെക്നിക്കൽ ടീമിന്റെ അഭിനേതാക്കളുടെ ക്യാരക്ടർ പോസ്റ്റേഴ്സും അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്നുണ്ട്. നിലവിൽ അവർ പുറത്തുവിട്ടിരിക്കുന്ന ക്യാരക്ടർ പോസ്റ്റേഴ്സിൽ ഒന്നാണ് നമ്മുടെ കബീർ ദുഹാൻ സിംഗ്. കബീർ ദുഹാൻ സിംഗിനെ നമ്മൾ മറന്നു പോകാനായിട്ട് വഴിയില്ല. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ തന്നെ ആദ്യത്തെ ചിത്രമായിട്ടുള്ള ഉണ്ണി മുകുന്ദൻ നായകനായിട്ട് എത്തിയ മാർക്കോ എന്ന ചിത്രത്തിലെ കൊടൂരം എന്ന് പറഞ്ഞാൽ അതികൊടൂരമായിട്ടുള്ള വില്ലനായിരുന്നു കബീർ ദുഹാൻ സിംഗ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും മാർക്കോ എന്ന ചിത്രത്തെ കുറിച്ച് ചിന്തിച്ചാൽ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് കബീർ ദുഹാൻ സിംഗിന്റെ ക്യാരക്ടറാണ്. മാർക്കോ എന്ന ചിത്രത്തിലെ അവസാനത്തെ ഒരു അരമണിക്കൂർ നായകനെയും അതുപോലെ തന്നെ അതുവരെ ആ ചിത്രത്തിൽ വില്ലന്മാരായിരുന്നവരെയും എല്ലാവരെയും നിഷ്പ്രഭരാക്കിക്കൊണ്ട് ആ ചിത്രത്തിലേക്ക് കടന്നു വരുന്ന സൈറസ് എന്ന കൊടൂര വില്ലനെയാണ് കബീർ ദുഹാൻ സിംഗ് മാർക്കോയിൽ അവതരിപ്പിച്ചത്. ആ കബീർ ദുഹാൻ സിംഗ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള കാട്ടാളനിലും എത്തുന്നു എന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ് വന്നിട്ടുള്ളത്. അപ്പോ ആന്റണി വർഗീസ് പെപ്പയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന ആദ്യ വില്ലനെ അണിയറ പ്രവർത്തകർ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ കാട്ടാളനിലെ രണ്ടാമതായി എത്തുന്ന വില്ലനെയും അവർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ് നടനായിട്ടുള്ള സുനിൽ രണ്ടാമത്തെ ക്യാരക്ടർ പോസ്റ്ററായിട്ട് എത്തിയിട്ടുള്ളത്. തമിഴ് നടനായിട്ടുള്ള സുനിലിനെ എല്ലാ പേർക്കും പരിചിതമാണ്. കാരണം പ്രമുഖ സിനിമകളിലാണ് അദ്ദേഹം വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുള്ളത്. പുഷ്പ ദി റൈസ്, അതുപോലെ തന്നെ പുഷ്പ 2, കൂടാതെ ജയിലർ, അതുപോലെ ഗുഡ് ബാഡ് അഗ്ലി എന്നീ ചിത്രങ്ങളിലൊക്കെ ഇദ്ദേഹം പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിട്ടുണ്ട്. ഒരു സൈലന്റ് വില്ലൻ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നടനാണ് സുനിൽ. അടുത്ത അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് സൂര്യ ആരാധകരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വിഷമിപ്പിച്ച ഒരു വാർത്തയായിരുന്നു വാടിവാസൽ എന്ന ചിത്രം ഉപേക്ഷിച്ചു എന്നുള്ള അപ്ഡേറ്റ്സ്. പക്ഷേ ആ അപ്ഡേറ്റ്സുകളെ നിഷേധിച്ചുകൊണ്ട് ചിത്രത്തിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള തനു തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ചിത്രത്തിന്റെ അനിമെട്രോണിക്സ് വർക്കുകൾ തന്നെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു എന്നും വാടിവാസൽ എന്ന ഈ ചിത്രം ഉണ്ടാകും എന്നുമുള്ള ഉറപ്പാണ് പ്രൊഡ്യൂസറായിട്ടുള്ള തനു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത്. അപ്പോ ഓക്കെ, നമുക്ക് കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.